എന്ന് വേണ്ട നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റു ഒട്ടേറെ ഏജൻസികളുമൊക്കെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വിദ്യാലയം പടിപടിയായി ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറി വന്നു. ഇപ്പൊ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. എന്നാലും നമ്മുടെ ആവശ്യം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ ആവശ്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുമിക്കുകയും ചെയ്യുന്ന ചില ചരിത്രത്തിലെ ചില അസുലഭ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിലൂടെയാണ് ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, തന്റെ മണ്ഡലത്തിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കരുതലായി കാതലായി ഏറ്റവും നന്നായി ഇടപെടേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധി നമുക്ക് വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മണ്ഡലത്തിലെയും മികവിന്റെ കേന്ദ്രമായി ഒരു വിദ്യാലയം തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിദ്യാലയത്തെ തിരഞ്ഞെടുക്കുകയും കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ വിദ്യാഭ്യാസപരമായും അക്കാദമികപരമായും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കഴിവുകൾ പരിഗണിക്കുകയും നല്ല മികച്ച ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മികവിന്റെ കേന്ദ്രമായി നമ്മുടെ വിദ്യാലയത്തെ തെരഞ്ഞെടുത്തത്. അതിന്റെ ഭാഗമായി ഏറ്റവും നല്ല അന്തർദേശീയ നിലവാരം എന്ന് തന്നെ പറയാം, ആ രീതിയിൽ എല്ലാ സൗകര്യത്തോടെയും കൂടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട MLA മുഹമ്മദ് മോസിൻ താല്പര്യപ്പെടുത്തുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല അവിടെ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇനിയും നമുക്ക് ഒട്ടേറെ സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ സൗകര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഒരു സംശയവുമില്ലാതെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനം എന്ന രീതിയിൽ ഹയർ സെക്കൻഡറി ബ്ലോക്കിന് 2 കോടി രൂപയുടെ അനുമതി നൽകിക്കൊണ്ടാണ് നേടിയെടുത്തുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ പങ്കെടുക്കുന്നത്. അതുകൂടി വന്നു കഴിഞ്ഞ് നേരത്തെ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായിട്ടുള്ള കൃഷ്ണൻകുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ നടക്കാവും മാതൃകയല്ല, നടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം അങ്ങനെ നമ്മുടെ ഈ വിദ്യാലയ അന്തരീക്ഷത്തിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അത് നമുക്ക് സമീപകാലത്ത് തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം എന്നാണ് സ്നേഹത്തോടു കൂടി അവർ അഭ്യർത്ഥിക്കുന്നത്. അതിന് കഴിയുന്ന ഇപ്പോ മികവിന്റെ കേന്ദ്രം എന്ന രീതിയിൽ ഏറ്റവും മികച്ച ഈ സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാകും. ഇത് മാത്രം പോരാ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ഈ ഒരു കാലത്ത് പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യമെന്ന് കൃത്യമായി തിരിച്ചറിയുന്ന, അതിനെപ്പറ്റി നല്ല ധാരണയുള്ള അധ്യാപകരാണ് ഹയർ സെക്കൻഡറി ആയാലും അതുപോലെ തന്നെ ഹൈസ്കൂളിലായിരുന്നാലും ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്നത് വലിയ അഭിമാനമാണ് നമുക്ക്. ഈ ഒരു രോഗാതുര കാലത്ത് പോലും സർക്കാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചപ്പോ അതിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഒരുപടി മുന്നിൽ കയറി നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെയുള്ള അധ്യാപകർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ എല്ലാ നിലയിലുമുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ ഈ മണ്ഡലത്തിലെ MLAയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികളും അതുപോലെ തന്നെ നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്, വലിയ അഭിമാനമാണ് തോന്നുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വലിയ പ്രഭാഷണം ഉദ്ഘാടന പ്രസംഗവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയുടെ അതിന്റെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായ ചുമതല എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ വിശിഷ്ടാതിഥികൾക്കും അതുപോലെ തന്നെ ബഹുമാന്യരായ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ സ്വാഗതം പറയുക എന്നതാണ്. ഈ പരിപാടി നമ്മുടെ സ്കൂളിൽ ഇതിനനുബന്ധമായി നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ച ഈ പരിപാടി
അതിന്റെ ഒരു ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞു. എന്നിരുന്നാലും അതിന്റെ ഒരു ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ പട്ടാമ്പിയുടെ വികസന നായകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുഹസിൻ MLA ആണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു ഏതൊരു വികസന കാര്യങ്ങളും നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വിദ്യാലയം. മാത്രമല്ല ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, അവരൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും എത്രയും പെട്ടെന്ന് അവരുമായി സമീപിച്ച് നമുക്ക് എന്തും തുറന്നു പറയാൻ കഴിയുക മാത്രമല്ല, എന്താണ് വിദ്യാലയത്തിന് ആവശ്യമുള്ളത് എന്ന് അവരുടെ ചിന്തയിൽ പോലും സദാസമയം ഉണ്ടാകുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എ ഷാബിറ ടീച്ചറാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. അവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഇവിടെ പോയില്ല, ശ്രീമതി സജിത വിനോദ്. അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കമ്മുക്കുട്ടി എടത്തോൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റഷീദ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വാർഡിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ബുഷറ ഇക്ബാൽ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, അതുപോലെ പ്രിയപ്പെട്ട DO സാർ, നേരത്തെ നമ്മുടെ AO സാറായിരുന്നു ഷാജിമോൻ സാർ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെയും, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ശ്രീ സുരേഷ് ശർമാജി, M രാധാകൃഷ്ണൻ, സേതു മാസ്റ്റർ, പരമേശ്വരൻ, അലി എന്ന വാപ്പു, അബ്ദുറഹ്മാൻ, ജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള ഒട്ടേറെ ആളുകളെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവരും അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ട ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. അതൊരു ചടങ്ങിലൊരു സുഖകരമാകില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. എല്ലാവരെയും തുല്യ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു പ്രൗഢമായ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ആദ്യകാലത്ത് നേതൃത്വം കൊടുത്ത നമ്മുടെ ലംബോദരൻ മാഷുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷാബിറ ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തത് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചറെ ക്ഷണിക്കുന്നു. സംസ്ഥാന തലത്തിൽ 100 ദിന കർമ്മ പരിപാടിയുടെയും അതുപോലെ 53 സ്കൂൾ കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക്, നമ്മുടെ സ്കൂളിലെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ മുഹമ്മദ് മുഹസിൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി മാഷ്, ബ്ലോക്ക് മെമ്പർ ശ്രീ കമ്മുക്കുട്ടി എടത്തോൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, DO ശ്രീ ഷാജിമോൻ മാഷ്, ഇവിടെ എത്തിയിട്ടുള്ള PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷ മുഹൂർത്തം എന്ന് PTA പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ പരിമിതമായ ഭൗതിക സാഹചര്യം നിലനിൽക്കുമ്പോഴും അക്കാദമിക കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ മറ്റു കലാകായിക രംഗത്താണെങ്കിലും സ്കൂളിൻ്റെ മികവ് നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്തു കാണിക്കുന്നൊരു സ്കൂളാണ് നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മികവിൻ്റെ കേന്ദ്രം ഏത് തിരഞ്ഞെടുക്കണമെന്നൊരു ആശങ്കയില്ലാണ്ട് ഈ സ്കൂളിനെ തന്നെ MLA തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ
മുന്നിൽ ഏതൊരു പ്രവൃത്തി നമ്മൾ നടപ്പാക്കുമ്പോൾ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിനെ വിട്ടു നിർത്താറില്ല. ഇപ്പോൾ മെയിൻ്റനൻസ് പ്രവൃത്തിയാണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഏതൊരു ഫണ്ടിലും ജനതാ സ്കൂളിന്റെ പേരുണ്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ജനപ്രതിനിധികളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്നുള്ള മെമ്പർമാർ ശ്രദ്ധിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങൾക്കും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും MLA ആണെങ്കിലും നമ്മുടെ സ്കൂളിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഒരു അധ്യാപകൻ പറഞ്ഞു, സ്കൂളിന് മികവിന്റെ കേന്ദ്രമെന്ന് തെരഞ്ഞെടുത്തതിൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് അത് നമുക്കൊരു സംശയവുമില്ല. ഈ കെട്ടിടം വരുന്നതിന് മുമ്പ് തന്നെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അക്കാദമിക കാര്യങ്ങളിൽ മികച്ച വിജയം നേടുന്നതിന് വേണ്ടി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കായിക രംഗത്താണെങ്കിലും എല്ലാ രംഗത്തും സ്കൂളിന്റെ മികവ് തെളിയിക്കാൻ വേണ്ടി സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭൗതിക സാഹചര്യം കൂടി നേടിയെടുത്ത ഈ സാഹചര്യത്തിൽ അതിൽ ഒരു കുറവും വരില്ല. അതിന് അധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതിൽ നമുക്കൊരു സംശയവുമില്ല. ഇനി നമുക്ക് എക്സാം വരികയാണ്. മന്ത്രി പറഞ്ഞതുപോലെ എക്സാമുകളുടെയൊക്കെ ഡേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങളിൽ അധ്യാപകർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ പരിമിതമായ ഒരു ദിവസത്തിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഇവിടെ അനൗൺസ് ചെയ്തത്. ചുരുങ്ങിയ ദിവസത്തിൽ 3-4 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മളിവിടെ സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോഴും ഇത് നമ്മുടെ ഈ പ്രദേശത്തെ ഈ പട്ടാമ്പി മണ്ഡലത്തിലെ തന്നെ എന്ന് പറയാം എല്ലാ ആളുകളിലും ഈ ഉദ്ഘാടനത്തിന്റെ ഈ വാർത്ത എത്തിക്കാൻ വേണ്ടി സ്കൂളിന്റെ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും ഞങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഉത്സവ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിലെല്ലാം നമ്മൾ ശ്രമിക്കാത്തപ്പോഴും ശരിക്കും ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയോട് കൂടി നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേരുകയാണ്. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ മുഹമ്മദ് മുഹ്സിൻ അവറുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് റിപ്പോർട്ട് അവതരണത്തിന് ശേഷം റിപ്പോർട്ട് അവതരണം ശ്രീ MLA ശ്രീ മുഹമ്മദ് മുഹ്സിൻ സാറിന്റെ പ്രസംഗത്തിന് ശേഷമായിരിക്കും. ഞങ്ങൾക്ക് വളരെയധികം കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട MLA. ഈ സ്കൂള് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ ഏക മികവിന്റെ കേന്ദ്രമാണ് ഞങ്ങളുടെ സ്കൂളിനെ സെലക്ട് ചെയ്തത്. ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പരിപാടികൾ ഞങ്ങൾക്ക് തരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സാർ. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷാബിറ ടീച്ചർ, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കമ്മക്കുട്ടി ഇടത്തോൾ, മറ്റു വേദിയിലിരിക്കുന്ന ഉത്സവത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ, PTA പ്രസിഡന്റ് അനിൽമാഷ് അടക്കമുള്ള PTA ഭാരവാഹികൾ, പ്രിൻസിപ്പൽ HM അടക്കമുള്ളവർ, ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുൻ AEO കൂടിയായിട്ടുള്ള നമ്മുടെ DEO ശ്രീ ഷാജിമോൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാധ്യമ പ്രവർത്തകരെ, ഉദ്ഘാടന പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിദ്യാലയത്തിൻ്റെ 5 കോടി ചെലവിലുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിൽ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഇവിടെ നടക്കുന്നത് അതിൻ്റെ അനുബന്ധ പരിപാടിയായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്കൂൾ സംഘടിപ്പിച്ച അനുബന്ധ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്.
വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിനുള്ള ദിവസം നമുക്ക് കിട്ടിയത്. ഏതാണ്ട് 4 ദിവസമാണ് നമുക്ക് കിട്ടിയത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അല്ലെങ്കിൽ 1 വർഷം തികയുന്നതിന് മുന്നോടിയായിട്ടുള്ള 100 ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഉദ്ഘാടനം തീരുമാനിച്ചത്. കോവിഡ് മാനദണ്ഡം പാലിച്ച് വളരെ ചെറിയ സദസ്സ് ഓൺലൈനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടി അനുബന്ധ പരിപാടികളും വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് നടത്തേണ്ടതാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് എന്നാൽ ഇത്രയും നല്ല തുക ചെലവഴിച്ച ഈ ഉദ്ഘാടന പരിപാടി നടത്തേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മികച്ച രീതിയിൽ ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ PTA, ഇവിടുത്തെ അധ്യാപകർ, ഈ സ്കൂളിന് ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. യാതൊരു കുറവുകളുമില്ലാതെ നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചു. ഇതിന് തൊട്ടു മുമ്പുള്ള സർക്കാർ ശ്രീ പിണറായി വിജയൻ അവർ നേതൃത്വം നൽകിയ ആദ്യ സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 5 കോടി, 3 കോടി, 1 കോടി ചെലവുകളിൽ സ്കൂളുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും കിഫ്ബി വഴി ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും മണ്ഡലത്തിൽ ആദ്യമായി ഒരു സ്കൂൾ മികവിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്താൽ 5 കോടി ആ സ്കൂളിനാണ് ലഭ്യമാവുക എന്നും പറഞ്ഞു. അന്ന് നമ്മുടെ ബഡ്ജറ്റിൽ വലിയ തുകയൊന്നുമില്ല. കിഫ്ബി വഴിയാണ് ഫണ്ട് ലഭ്യമാക്കിയത്. കിഫ്ബി അതിന്റെ സ്ട്രക്ചറൊക്കെ ഇതാക്കി രണ്ടാമത് അതിന്റെ സംവിധാനം ഒരുക്കിയ ഒരു സമയമാണ്. 50,000 കോടിയുടെ വികസന പദ്ധതികളിൽ പ്രധാനമാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. അന്ന് നിയമസഭയിൽ പലരും കിഫ്ബി എന്ന് പറയുന്നത് മലർപ്പിടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടക്കക്കാരായ ഞങ്ങൾ MLA-മാർക്ക് പോലും കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇത്രയും കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാകുമോ, അതുപോലെ തന്നെ ഏതാണ്ട് 45,000-ഓളം ക്ലാസ് മുറികൾ ഹൈടെക് ആകും, ഇതൊക്കെ നടക്കുമോ എന്ന ചോദ്യം അന്ന് ധനകാര്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഈ വിദ്യാലയം കൊടുക്കാൻ 3 കാരണങ്ങളുണ്ട്. പല MLA-മാരും മികവിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്ത സ്കൂള് 5 കോടി കൊടുത്താൽ പിന്നെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും ആവശ്യമില്ലാത്ത അത്രയും മികച്ച കെട്ടിടങ്ങളുള്ള സ്കൂളുകളിൽ ഏതെങ്കിലും ഒരു കെട്ടിടം മോശമാണെങ്കിൽ അത് മാറ്റിക്കൊണ്ട് മികച്ച കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം ഒരുക്കാൻ കഴിയുന്ന സ്കൂള് തെരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോഴുള്ള ഗുണം ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ 5 കോടി ചെലവഴിക്കുമ്പോൾ കെട്ടിടം മാത്രമല്ല അനുബന്ധമായി ഒരുപാട് കാര്യങ്ങൾ അവിടെ കാര്യമായി ചെലവഴിക്കേണ്ടാത്ത സ്ഥലമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ നേരിട്ട് മികവിന്റെ കേന്ദ്രമെന്ന് പ്രഖ്യാപിക്കാം. എല്ലാ സൗകര്യങ്ങളുള്ള സ്കൂളായി. അങ്ങനെയാണ് പലരും തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ മോശം കെട്ടിടങ്ങളുള്ള, ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്കൂളുകളിൽ ഒന്ന് തെരഞ്ഞെടുക്കാൻ. നമ്മൾ പറഞ്ഞതുപോലെ ഈ കെട്ടിടം യാഥാർത്ഥ്യമായാലും ഇവിടുത്തെ ആവശ്യം തീരില്ല. ഒരു കെട്ടിടം കൂടെ കൂടുതൽ വന്നാലും തീരില്ല. അത്രയും ഇതാണ്. നമ്മൾ പ്രഖ്യാപിച്ച പോലെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ ഇനിയും ആവശ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ കാര്യം അത് ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഏറ്റവും മോശമാണെങ്കിൽ അതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് നടുവട്ടം ജനതാ സ്കൂളിൽ എല്ലാ കെട്ടിടങ്ങളും മോശമായി കിടക്കുന്ന സാഹചര്യത്തിലാണ് ഈ സ്കൂൾ തിരഞ്ഞെടുക്കുന്നത്. അതൊന്ന്, ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം മോശമാണ് എന്നുള്ളൊരു കാരണമാണ്. 2, പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അക്കാദമികപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ അനക്കാദമികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളാണ് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അർഹതപ്പെട്ടതാണ് ഈ കുട്ടികൾക്ക്. മറ്റൊരു കാര്യം, ഈ സ്കൂളിന് വലിയൊരു സമ്പത്തുണ്ട്. അത് ഞാൻ കുറഞ്ഞ കാലം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അത് ഈ നടുവട്ടത്തോ തിരുവേഗപ്പുറ പഞ്ചായത്തിലോ മാത്രമുള്ള കുട്ടികളല്ല. മറ്റു പഞ്ചായത്തുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഈ സദസ്സിൽ തന്നെ മറ്റു പല പഞ്ചായത്തിൽ നിന്നും വന്ന് ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട്
പൂർവ്വ വിദ്യാർത്ഥികൾ വൈവിധ്യം വളരെ മികച്ച പല മേഖലകളിലുമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരു വലിയ പൂർവ്വ വിദ്യാർത്ഥി വൃന്ദമുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂള് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള പിന്തുണയുണ്ടാകും, വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകും. തകർന്ന കെട്ടിടങ്ങളിൽ ചിലതെങ്കിലും മാറി കൂടുതൽ മികച്ച സൗകര്യങ്ങളാകും, സ്കൂളിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നതുകൊണ്ടാണ് 5 കോടിയുടെ ഫണ്ട് ഇവിടെ തന്നെ ചെലവഴിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മികവിന്റെ കേന്ദ്രമാക്കി ആദ്യം ഈ സ്കൂളിന്റെ പേര് കൊടുത്തത്. എന്നാൽ പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂളുകളൊന്നും മോശമാണ് എന്നല്ല. ഞാൻ പഠിച്ച സ്കൂളുണ്ട്, വാടനാകുറിശി സ്കൂളാണ്. ആ സ്കൂളിനെ മറന്നിട്ടില്ല. അവിടെ 3 കോടിയുടെ കെട്ടിടം യാഥാർത്ഥ്യമാക്കി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഊരാളുങ്കലാണ് അതിന്റെ വർക്കെടുത്തത്. അതോടൊപ്പം നമ്മുടെ പട്ടാമ്പി സ്കൂള്, അവിടെയും 3 കോടി, ഏതാണ്ട് 3.5 കോടിയുടെ കെട്ടിടം, 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊപ്പം സ്കൂള്, അവിടെ പട്ടാമ്പി മണ്ഡലത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൂടിയുള്ള ഏക സ്കൂളാണ്. ആ സ്കൂളിനെ നമ്മൾ മറന്നിട്ടില്ല. ആ സ്കൂളിലും ഒരു മികച്ച കെട്ടിടം യാഥാർത്ഥ്യമായി 3 കോടിയുടെ പൂർത്തീകരിച്ചു. നമ്മുടെ ചുണ്ടപ്പറ്റ സ്കൂളിൽ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. കൊടുമുണ്ട സ്കൂളിലും നിർമ്മാണം ആരംഭിക്കുന്നു. പെരുമുടിയൊരു സ്കൂളിൽ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു. ഇപ്പൊ 2 കെട്ടിടത്തിന് സ്ഥലമില്ലാത്ത പ്രശ്നമാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നിരവധി സ്കൂളുകളിൽ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ അടക്കം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ LP സ്കൂളുകളും UP സ്കൂളുകളും എടുക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ തന്നെ നരിപ്പറമ്പ് സ്കൂളിൽ 1 കോടി രൂപയുടെ മികച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പട്ടാമ്പി GMLP സ്കൂള്, പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള സ്കൂള്, നല്ലൊരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മനോഹരമായ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു. ചുറ്റുമതിലും ഗേറ്റും ഓഡിറ്റോറിയവും അടക്കം യാഥാർത്ഥ്യമായി. GUP സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ മറ്റൊരു സ്കൂളുണ്ട്. അവിടെയും 1 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 3 കോടി കൂടി അവിടെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ റെയിൽവേയുടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറിയ സ്കൂളാണ് ചുണ്ടമ്പറ്റ GWLP. അവിടെ കുറച്ച് ഫണ്ട് മതി. ആ കുറച്ച് ഫണ്ട് കൊണ്ട് അവിടെ ക്ലാസ് മുറി പൂർത്തീകരിച്ചു. അങ്ങനെ നിരവധി സ്കൂളുകൾ, എല്ലാ സ്കൂളുകളുടെയും പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോ നിർമ്മാണം പൂർത്തീകരിച്ചു, ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. നമ്മുടെ വള്ളൂര് സ്കൂൾ, അവിടെയും ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കി. നമ്മുടെ സ്വന്തമായി കെട്ടിടമില്ലാതെ 100 കൊല്ലം നിന്ന സ്കൂളാണ് നമ്മുടെ ആലിക്കപ്പറമ്പ് പെരുമുടിയൂരിലുള്ള സ്കൂള്. സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല. സ്ഥലം ലഭ്യമാക്കി കഴിഞ്ഞാൽ അവിടെ കെട്ടിടം യാഥാർത്ഥ്യമാക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. ഇന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും, അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് സ്ഥലം വളരെ വേഗത്തിൽ ലഭ്യമാക്കി തന്നു. മികച്ച കെട്ടിടമാണ് അവിടെ പൂർത്തീകരിച്ച് കുട്ടികൾക്ക് ക്ലാസ് മുറിയിലേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കിയത്. അങ്ങനെ ഒരുപാട് വിദ്യാലയങ്ങളിൽ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാക്കി. കെട്ടിടങ്ങൾ മാത്രമല്ല, ടോയ്ലറ്റ് കോംപ്ലക്സുകൾ ഒരുപാട് സ്കൂളുകളിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഓരോ സ്കൂളിന്റെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ അടുക്കള, എയ്ഡഡ് സ്കൂളുകളിലും ചില സ്കൂളുകളിൽ അടുക്കള, അതും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല സ്കൂളുകളിലും അടുക്കളയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറമെ 45,000-ത്തിലധികം വരുന്ന ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയതിൽ നിരവധി ക്ലാസ് മുറികൾ നമ്മുടെ ഓരോ വിദ്യാലയങ്ങളിലും ഹൈടെക് സൗകര്യങ്ങൾ ഗവൺമെന്റ് നേരിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിലടക്കം നടന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗവൺമെന്റ് നടത്തിയത്. ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഫണ്ടും നമ്മൾ സ്വപ്നമാണ്, നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ കിഫ്ബി വഴിയാണ് യാഥാർത്ഥ്യമാക്കിയത്. ഈ സ്കൂളിൽ ഇനിയും പ്രധാനപ്പെട്ട ആവശ്യം ഹയർ സെക്കൻഡറി ബ്ലോക്ക്. അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം കൂടി നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അതുകൂടി പരിഹരിക്കാനുള്ള ഒരു ടാർഗറ്റാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അതിനുള്ള പ്രവർത്തനം നമുക്ക് കൂട്ടായി നടത്തിക്കൊണ്ടത് യാഥാർത്ഥ്യമാക്കാം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിലും പല തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലംബോദരൻ മാഷ് അവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുമ്പിൽ നിന്ന വ്യക്തിത്വമാണ്. അതുപോലെ നിരവധി അധ്യാപകർ, ഇപ്പോഴത്തെ HM-ഉം പ്രിൻസിപ്പളും അടക്കമുള്ളവർ, പഴയ AEO ആണ്, ഇപ്പോഴത്തെ DEO ഇവിടെ ഉണ്ട്. ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇവിടുത്തെ PTA ഓരോ ഘട്ടത്തിലും വർക്ക് നിന്നു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് കോവിഡും മറ്റുള്ള ബുദ്ധിമുട്ടുകളും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും.
ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം നമുക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പട്ടാമ്പി കോളേജിലാണെങ്കിലും ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ആശുപത്രി പുതിയ കെട്ടിടം അവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്ന ലിസ്റ്റിലുണ്ട്. അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കിഫ്ബിയുടെ ഫണ്ടാണ് മൂതിക്കയത്ത് നമ്മുടെ റെഗുലേറ്റർ. അതിന്റെ നിർമ്മാണം ഏതാണ്ട് വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അത് മൂർക്കനാട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെയുള്ള ഈ ഘട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂർക്കനാട് പഞ്ചായത്തിന്റെ ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുകൂടി സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വഴി വളരെ വേഗത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കിയാൽ അത് പുതിയൊരു പാലമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള സ്ഥലം, അതായത് നമ്മുടെ ഏരിയയിലുള്ള സ്ഥലമാണ് ഇനി ഏറ്റെടുക്കാൻ ബാക്കിയുള്ളത്. അപ്പൊ അത് ഏറ്റെടുക്കാൻ സൗജന്യമായിട്ട് ലഭ്യമാക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഇതോടൊപ്പം ജലജീവൻ മിഷന്റെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് പ്രത്യേകിച്ച് പറയേണ്ട, കാരണം എല്ലാ റോഡുകളും പൊളിക്കുന്നു, റോഡ് വർക്കുകളൊക്കെ നിൽക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും നമ്മുടെ പഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 114 കോടി രൂപയുടെ പ്രോജക്റ്റ് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നമ്മുടെ മെയിൻ റോഡുകളുടെ വർക്ക് അതുമായി ബന്ധപ്പെട്ട് സ്തംഭിച്ചിട്ടുണ്ടെങ്കിലും അത് തിരുവേഗപ്പുറം 5 മൂല റോഡും അതുപോലെ തന്നെ വെളുത്തൂർ ചമ്പ്ര റോഡും ആ 2 റോഡുകളുടെയും പൈപ്പ് ലൈനെടുത്ത് പൂർത്തീകരിച്ചു എന്ന ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ PWDയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. മെയിൻ റോഡിന്റെ റോക്കായതുകൊണ്ട് കുറച്ച് ഭാഗം കൂടെ ബാക്കിയുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൂടി പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഇല്ലെങ്കിൽ റോഡ് പണി കഴിഞ്ഞ പിറ്റേ ദിവസം പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തനം അവർ നടത്തും. ഈ 2 ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു പ്രശ്നം ഒരു പൊതു പ്രശ്നമാണ്. അപ്പൊ അത് നടക്കാതിരിക്കാനാണ് പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചാൽ റീസ്റ്റോറേഷൻ നടത്തണം. റീസ്റ്റോറേഷൻ നടത്തിയില്ലെങ്കിൽ അടുത്ത മഴക്കാലമാകുമ്പോൾ റോഡ് പൂർത്തീകരിച്ച ഭാഗം ആ ഭാഗത്ത് ഇടിയും. ഇത് പൊറ്റപ്പാലത്ത് ഇതുപോലൊരു സംഭവം നടന്നിട്ട് വിഷയമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇടിയാതിരിക്കാനുള്ള നടപടി കൂടെ സ്വീകരിച്ചിട്ടാണ് ആ റോഡ് പൂർത്തീകരിക്കേണ്ടത്. അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവിക്കുന്നതിനാണ്. വരുന്ന ഏതാനും മാസങ്ങളിൽ ഏറ്റവും മികച്ച റോഡുകളുള്ള ഗ്രാമപഞ്ചായത്തായി മാറും. അതിനുള്ള പ്രവർത്തനങ്ങളുമായി ഫണ്ട് അനുവദിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങൾ അനുവദിച്ചു. അങ്ങനെയുള്ള ഓരോ മേഖലയിലും, ആരോഗ്യ മേഖലയിൽ, ഇങ്ങനെ ഈ പഞ്ചായത്തിലും ഈ മണ്ഡലത്തിലുമായി സംസ്ഥാന സർക്കാരിന്റെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഇത്രയും നല്ല കെട്ടിടം നമുക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണം. അതിൽ കൂട്ടായിട്ട് പോകണം. നമ്മൾ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഈ വികസന പ്രവർത്തനങ്ങൾ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി. അടുത്തത് കുറച്ച് മൂവ്മെന്റ് ഇതൊന്നും ചെയ്യാനുണ്ട്. നമുക്ക് നല്ലൊരു കെട്ടിടം, നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടം നിർമ്മിച്ച ഈ സൈറ്റ് എഞ്ചിനീയേഴ്സ് അവരുടെ പേര് വിളിക്കുകയാണ്. അവർക്ക് ജനതയുടെ വക ചെറിയ ചെറിയ ഒരു മൊമെന്റോ നൽകുന്നു. അജിത് പി, സൈറ്റ് എഞ്ചിനീയർ, റാംകോ ലിമിറ്റഡ്. അതെ, വിശിഷ്ടാതികൾ, അതിഥികൾ ഇതിന്റെ ഭാഗമായിട്ട് അജിത് പി സർ. അജിത് प्रोजेक्ट इंजीनियर RDP इंफ्रा प्रोजेक्ट्स लिमिटेड
അടുത്തത് ജിതിൻ കെ അബ്രഹാം, പ്രൊജക്ട് എഞ്ചിനീയർ, മാർക്കോസ് ലിമിറ്റഡ്. ഇല്ല. ഇല്ല. ബി അർജുൻ, പ്രൊജക്ട് കോർഡിനേറ്റർ, RPP ഇൻഫ്രാ പ്രൊജക്ട് ലിമിറ്റഡ്. ഇല്ല. അടുത്തത് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ്, നമ്മുടെ ഇതിന്റെ പബ്ലിസിറ്റി വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയാണ് കൊടുത്തത്. കൂടുതൽ വ്യൂവേഴ്സിനെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഉള്ള ഏറ്റവും കൂടുതൽ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട നമ്മുടെ ഒരു പ്രതിനിധി ഡോക്ടർ അബ്ദുൾ റസാഖ് സി, അദ്ദേഹത്തിന്റെ മകനാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഏറ്റെടുത്തു, വളരെ സജീവമായി അവർ ഏറ്റെടുത്തു. കുട്ടികളും വിദ്യാർത്ഥികളും ഒന്നിച്ച് ഏറ്റെടുത്ത് നമ്മുടെ പരിപാടി സജീവമാക്കി. ഇതോടുകൂടി മൊമെന്റോ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സർ. അടുത്തത് റിപ്പോർട്ട് അവതരണമാണ്. റിപ്പോർട്ട് അവതരണത്തിന് വേണ്ടി സൈറ്റ് എഞ്ചിനീയർ അജിത് സാറിനെ ക്ഷണിക്കുന്നു. നമുക്ക് നല്ല മനോഹരമായ ഒരു കെട്ടിടം, അതിന്റെ